എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വചനധ്യാനത്തിനായി 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. ദാവീദിന് ശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ ഇസ്രയേലിൻ്റെ രാജാവായി രാജ്യഭാരം ഏറ്റെടുക്കുന്നു. അതിനുശേഷം ശലോമോൻ ഗിബെയോനിൽ ചെന്ന് യഹോവയ്ക്ക് യാഗം കഴിക്കുന്നു. അവിടെ വെച്ച് രാത്രിയിൽ സ്വപ്നത്തിൽ യഹോവ പ്രത്യക്ഷനാകുന്നു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ശലോമോനോട് പറയുന്നു. അതിന് ശലോമോൻ രാജാവ് കൊടുക്കുന്ന മറുപടിയാണ് 3-ാം അധ്യായം 6-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ, വേദഭാഗങ്ങൾ. അതിലെ 7-ാം വാക്യമാണ് നാം പ്രാരംഭത്തിൽ വായിച്ചത്. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല എന്നുള്ള വാക്യങ്ങൾ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇദ്ദേഹം രാജാവായി മാറി. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ ഈ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തുകയാണ്. ശരിക്കും ശലോമോന് തീർച്ചയായിട്ടും ഭരണം നിർവഹിക്കാനുള്ള കാര്യപ്രാപ്തി ഒരു രീതിയിൽ ചിന്തിച്ചാലുണ്ട്. കാരണം തൻ്റെ അപ്പൻ ദീർഘവർഷക്കാലം ഇസ്രയേലിൻ്റെ രാജാവായി രാജ്യഭരണം നടത്തിയ ആളാണ്. അതുകൂടാതെ തന്നെ ദാവീദിനോടൊപ്പം ഭരണകാര്യങ്ങളിൽ ദാവീദിനെ സഹായിച്ച വ്യക്തികൾ ഇപ്പോൾ ശലോമോന്റെ കൂടെയും ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ തന്നെ സമർപ്പിക്കുകയാണ്. അതായത് ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞാനൊരു ബാലനാണ്, ഈ കാര്യാദികൾ ചെയ്തെടുക്കുവാൻ എനിക്ക് കഴിവില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമാണോ? നമുക്കൊരവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലകളിൽ നമ്മളെ മാനിക്കുമ്പോൾ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ദൈവം എത്തിക്കുമ്പോൾ നമ്മുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതെല്ലാം ചെയ്യും, അല്ലെങ്കിൽ ഇതെൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പരിധികളുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പരിധികളുമില്ലാത്ത ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ശലോമോൻ രാജാവ് പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. അപ്പന് പകരം രാജസ്ഥാനം ഏറ്റെടുക്കാൻ യോഗ്യനായവൻ ശലോമോൻ രാജാവാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ശലോമോൻ പറയുന്നത്, നീയാണ് എന്നെ രാജാവാക്കിയിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ പറയാൻ സാധിക്കുമോ? എൻ്റെ ജീവിതത്തിലെ സകല നന്മകളും ദൈവമേ നീ നൽകിയതാണെന്ന് എത്ര പേർക്ക് ഇന്ന് ഇപ്പോൾ പറയുവാൻ സാധിക്കും? എൻ്റെ ജീവിതത്തിൽ നീ തന്നത് മുഴുവൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എനിക്കുള്ളതെല്ലാം, എൻ്റെ ശുശ്രൂഷകൾ എല്ലാം ദൈവമേ നീ എനിക്ക് തന്നതാണെന്ന് എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചാൽ അത്ഭുതകരമായി ദൈവം നടത്തും. ഇവിടെ ശലോമോൻ പറയുക, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവിനപ്പുറമായി എനിക്ക് ചെയ്തു തരുവാൻ ശക്തനായൊരു ദൈവം. ഇന്നത്തെ ദിവസം അനേക ഭാരങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി മേഖലകളിൽ, ശുശ്രൂഷകളിൽ, കുടുംബജീവിതത്തിലൊക്കെ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തികൾ ഈ വചനധ്യാനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ ആ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേലേക്ക് ഇട്ടുകൊള്ളും. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാനൊരു ബാലനാണ്, എന്നെക്കൊണ്ട് ഈ കാര്യാദികൾ ചെയ്തെടുക്കുവാനുള്ള കഴിവില്ല. എൻ്റെ ദൈവം ഈ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കണം. അങ്ങയാൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. ഒരു രാജാവായിരുന്നിട്ട് കൂടെ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ മുന്നിൽ സറണ്ടറാകുന്ന, തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന
ശലോമോൻ രാജാവിനെ പോലെ നമുക്കും വരും നാളുകളിൽ ദൈവത്തിൻ്റെ മുന്നിൽ സകലവും സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.